കർമ്മമുടപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീമതി മീനു മുനീറിൻ്റെ ബാലചന്ദ്ര മേനോനായിട്ടുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതിയെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അവരുടെ ആരോപണങ്ങളിൽ കഴമ്പൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ കോടതി അവരെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും അറസ്റ്റ് ചെയ്ത് അവരെ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. തുടർച്ചയായി മാധ്യമ ശ്രദ്ധ നേടുക അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നടി പെരുമാറുന്നതെന്ന് അവർ ആരോപണങ്ങളുമായിട്ട് വന്നപ്പോഴേ ആൾക്കാരെ പൊതുവിൽ പറഞ്ഞതാണ്. മുകേഷിനെതിരായും ജയസൂര്യക്കെതിരായും ബാലേന്ദ്ര മേനോനെതിരായും ഒക്കെ മുകേഷിനെയും ജയസൂര്യയ്ക്കുമുള്ള ആരോപണങ്ങൾ ചിലരൊക്കെ ചിലപ്പോൾ നടന്നിരിക്കാമെന്നെങ്കിലും വിശ്വസിച്ചു. പക്ഷേ ബാലേന്ദ്രനെ പോലെ മാന്യനായ 100% മാന്യനായ ഒരു സംവിധായകനിൽ നിന്ന്, മാന്യനായ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു അധിക്ഷേപകരമായ പ്രവൃത്തി ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം വളരെ ഞെട്ടലോടെയാണ് അത് കേട്ടത്. എന്തായാലും അതിൻ്റെ നിജസ്ഥിതി കോടതി ബോധ്യപ്പെട്ടതോടെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതോടെ പ്രേക്ഷകർക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. എന്നാൽ വീണ്ടും നടിമാരെ പറ്റിയിട്ടും സഹപ്രവർത്തകരെ പറ്റിയിട്ടും ഒക്കെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക, മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുക, ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇന്ന് വീണ്ടും അവർ അടുത്ത ആരോപണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സിനിമാ രംഗത്ത് സുകുമാരിയെ പോലെ വളരെ ബഹുമാനത്തോടെ പരാമർശിക്കപ്പെട്ടിരുന്ന ഒരു പേരാണ് കൽപ്പന. വളരെ നല്ല ഒരു പാരമ്പര്യത്തിന് ഉടമയായ കൽപ്പന ജീവിതത്തിൽ ഏറെ ബുദ്ധിമുട്ടിയ സമയങ്ങളിൽ പോലും ശുദ്ധഹാസ്യത്തിലൂടെ നമ്മളെയൊക്കെ രസിപ്പിച്ച ഒരു കഥാപാത്രമാണ്. ഒരു നടി മാത്രമല്ലായിരുന്നു, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയും ആരെ കൊണ്ടും ഒരു മോശവും ഒരിക്കലും പറയിപ്പിക്കാത്ത ഒരു വനിതാരത്നമായിരുന്നു. എന്തോ ആയിക്കോട്ടെ, അവർ മരിച്ചു കഴിഞ്ഞു. ഇനി അവർ ചെയ്തതിനെ പറ്റിയിട്ട് പറയുന്നത് മാന്യയായ ഒരു വ്യക്തിക്ക് ചേർന്നതല്ല. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. അവർ പറയുന്ന ഗുരുതരമായ ആരോപണം അവരുടെ കാല് തൊട്ട് വഴങ്ങാത്തവരെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല, അവർക്ക് പ്രോഗ്രാമിൽ വിളിച്ചില്ല എന്നൊക്കെ. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരമ്പലം കാണുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വണങ്ങാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിക്കയിടാം, നിങ്ങൾക്കൊരു വ്യക്തിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ദിക്കാം. നിങ്ങൾ വന്ദിക്കാത്തതുകൊണ്ട് അവർ നിങ്ങൾക്കൊരു അവസരം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭർഷിക്കുന്നത് നല്ല ഒരു പ്രവണതയല്ല. പ്രത്യേകിച്ചും ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി പറയട്ടെ, അവർക്ക് മറുപടി പറയാനുണ്ടാവും. മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് പറയാൻ ലജ്ജയില്ല. നിങ്ങളെ പറ്റിയിട്ട് നല്ല ഒരു വാക്ക് ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് ഇന്ന് വരെ സാധിച്ചിട്ടുള്ളൂ. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ സഹപ്രവർത്തകർ, ആ മീനു മുനീർ നല്ലൊരു വ്യക്തിയായിരുന്നു, അവർ ഇന്ന പോലും ചെയ്തു. നമ്മൾ മരിക്കുമ്പോഴത്തേക്കെങ്കിലും ഒരാൾ നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയുന്നില്ലെങ്കിലും മോശമായിട്ട് പറയരുത് എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്നാണ് ആ സഹോദരിയോട് എനിക്കുള്ള അപേക്ഷ. ഇനിയെങ്കിലും ഈ സിനിമാ രംഗത്ത് അനാവശ്യമായിട്ടുള്ള അപഹാസ്യകരമായിട്ടുള്ള ഭർസനങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നല്ലൊരു നടിയായി, നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ ശ്രമിക്കൂ മീനു. നന്ദി, നമസ്കാരം.